നമുക്ക് എന്തായാലും ലോക്കൽ ഫുഡ് മതി. എത്ര തടി റൊമാൻറ്റിഫിക്കേഷൻ. നേരെ ഫെബിന്റെ മറ്റേ ഇപ്പുറത്തെ സൈഡിൽ കയറണോ? ദിസ് ഈസ് തുർക്കി, നോട്ട് യുവർ ഇന്ത്യ. ഒരു കോമഡി എപ്പിസോഡ്. ഹലോ 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 ഹലോ, എന്താണ് എന്റെ സൗണ്ട് പ്രശ്നം? വെയില് നല്ല ചൂട്, നല്ല തണുപ്പ്, കാറ്റുണ്ട്, വെയിലുണ്ട്, ചെറിയ തണുപ്പുണ്ട്. ഫ്ലൈറ്റിന്റെ ഒക്കെ ഗ്ലാസ് തുറന്നേക്ക് ഭയങ്കര വെയില്, ഭയങ്കര ചൂടാക്കിയാലും പറഞ്ഞ പോലെ ഇറങ്ങിയേക്ക് ഭയങ്കര തണുപ്പ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ചൂട് വെയിലായിരിക്കും. പക്ഷെ തണുപ്പൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിന്റെ തണുപ്പൊന്നല്ല. രാത്രിക്ക് കൂടും. രാത്രിക്ക് കൂടും. ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുന്നതിന് ബാഗിന്റെ പകുതി ഫുള്ള് മരുന്ന് തന്നെയായിരുന്നു. ചുമ, പനി, ജലദോഷം, തൊണ്ടവേദന, ഈ തുടങ്ങി പറഞ്ഞ എല്ലാ വേദനകളും അസുഖങ്ങളോട് കൂടിയിട്ടാണ് ഞങ്ങള് ഈ തണുപ്പുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. വെറും ഡെഡിക്കേഷൻ അല്ലേ? അഗാധമായ ബുദ്ധിമുട്ടല്ല പറയണമെന്നില്ല. അങ്ങനെയല്ലേ, നമ്മൾ കുറെ പ്ലാൻ ചെയ്ത് ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് അല്ലേ, അതുകൊണ്ട് പോന്നല്ലേ. അല്ലേ ചിലപ്പോ പോരില്ലായിരുന്നല്ലോ ഇത്ര ക്ഷീണത്തിൽ. ടിക്കറ്റ് എടുത്താണ് ഞാൻ പറഞ്ഞല്ലോ. കേക്കിലുണ്ടോ അതില്? ഫെബി എവിടുക്ക പോണേ? അടിപൊളി സ്ട്രീറ്റ് കാണിച്ചു തരാം കേട്ടോ. സംഭവം ഇവിടെ നോ അറിവാണ് എനിക്ക് എങ്ങോട്ട് പോണ നല്ലോണം വിശന്ന് വന്നപ്പോ നമുക്ക് അല്ല അൽഫാമിന്റെ അല്ല എന്താ ഷവർമ്മയുടെ റോളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ടർക്കിഷ് ഷവർമ്മ കഴിക്കാൻ പോവാണ്. അങ്കി പിങ്കി പോങ്കി പാദറാസിഡൊക്കെ ഇവിടെ കാണാൻ നല്ല രസം കേട്ടോ. അതെന്തായാലും കഴിക്കാം. ആ അനാറിന്റെ ഫ്രഷ് ജ്യൂസ് ഉണ്ടാവില്ലേ, സ്പോട്ടിൽ പോലും എടുത്തന്നെ വെറും അനാറ് മാത്രല്ലേ? രണ്ട് ഓപ്ഷനാണ്. അവിടെ ഒരു ഇന്ത്യ ഗേറ്റ് ഉണ്ട്, അവിടെ പോയാൽ നമുക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടും. കുറച്ച് അങ്ങോട്ട് പോയാൽ ഇവിടെ ലോക്കൽ ഫുഡ് കിട്ടും. ഇവിടുത്തെ ആൾക്കാർക്ക് ഭംഗിയൊക്കെ ആൾക്കാർ നോട്ട് പെണ്ണുങ്ങൾ. ഓക്കെ, എന്ത് മതി? വെജിറ്റബിൾസ് അങ്ങനല്ല, മറ്റേതില്ലേ മട്ടൻ. ഞാനെന്തായാലും രാത്രി കേട്ടോ. രാത്രി ഫുഡുണ്ട്, ഫ്രീ ഫുഡുണ്ട് പ്ലീസ്. അത് മറ്റേ സാധനം മനസ്സിലായോ, വെജീസ്. നമ്മളാ മറ്റേ വീഡിയോസ് കണ്ടില്ലേ, മക്കളൂബ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ? അന്ന് മക്കളൂബ് കഴിച്ചിട്ടുണ്ട്, അടിയിൽ വെജീസ്. ഇത് മട്ടനാണ്. കൊടി മണ്ടൻ അല്ല, എഴുത്തുമാതിരി അറിയാം. ഇതാരാന്നറിയോ ഈ ഇതിലുള്ള ഫോട്ടോ? തുർക്കിയല്ല, ചൈനയല്ല.
നമ്മുടെ മൈക്ക് എവിടെ ഇത്? Onun ağzı daha daha iyi yani. Yani açıldığı zaman, kestiği zaman daha geç körlenir. Ama o bıçak nasıl o hale gelirse merak ediyorum. Ağzı abi sabah geldik kalk. Suyunu çek. Chicken? Yeah, guy. What is the beef? Merhaba, teşekkür Bebe, bugün ഞാൻ പഠിച്ചത് ഏ ക്യാ ഹേ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ആൾ പറഞ്ഞു പറഞ്ഞു ഇത് ചെവിയില് ബീഫ്. ഇവിടെ ഈ ബീഫ് പറയാൻ പറ്റില്ലേ? എന്താ അറിയില്ല. How much? How much? 140. 140. Spicy sauce, garlic sauce, chili sauce. All together inside. ആ കൈക്ക് വിശക്കുന്നു. Spicy sauce, garlic sauce. Only fresh. Garlic sauce. You have garlic? Tahina? Tahin? Tahin. കാണിക്ക്. Tahin, tahin. Tahin means Abi tayini göstersene onlara. garlic. No garlic. Tahin. Garlic. Abicim buyurun hoş geldiniz. No good. അത് അജുനെ കാണാല്ലോ ഞാൻ എന്നോട് തന്നെ അറിയണേ. Very, very clarity. How much money? 1,85,000. 1,85,000. കഷ്ണർക്ക് ഞാൻ വീഡിയോ ഫോട്ടോ കണ്ടാണ്. ഇതൊക്കെ സ്പെഷ്യലാണ്. ഹൽക്ക തട്ടീസ്. ഫെബിയ എന്താ? മധുരം പ്ലസ് കറുമുറി. മധുരം പ്ലസ് കറുമുറി അല്ലേ? നല്ല സ്ട്രീറ്റിൻ്റെ അടുത്ത് തന്നെ നമുക്ക് റൂമിൽ കയറുന്നത്. കഴിച്ചാൽ മതി. ഇട്ടതാണ് ഇതും ഇട്ടതാണ്. ഇതിലേക്കാണ് കൺഫ്യൂഷൻ. പൊമഗ്രാനേറ്റ് ജ്യൂസ് വേണം, അനാറിൻ്റെ ജ്യൂസ് വേണം. എന്ത് രസം ഓരോരുത്തർ കാണാനൊക്കെ. എത്ര പറഞ്ഞു? 200. छोटे 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 पूछे മാന്തലിട്ടോ ബേബി? ചോട്ടെ എന്തെത്ര തടി? ഇതെത്ര തടി?
ഇതെന്താ ഫിബി? ഞാൻ പറയട്ടെ എവിടെ ആ അതാ അതൊക്കെ ശരിയാണിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, എന്താ വേസ്റ്റ് ബിന്നിന്റെ Be careful. Be careful. Dorada. Yaspera blue. ഇത് ഫെബി ഉറക്കം വരുന്നുണ്ടോ? അങ്ങനെ ക്രൂയിസ് ഒക്കെ അടിപൊളിയാണ്, പക്ഷേ തണുപ്പുണ്ടോ? നോക്ക് ക്ലോസ് കാണിക്ക്. രോമാഞ്ചിഫിക്കേഷൻ. ഇതെന്താ അനങ്ങാത്ത ഒരു ആട്ടം മാത്രല്ലേ ഉള്ളൂ. അത് സ്റ്റാർട്ട് ചെയ്തു, അത് പോണുണ്ടല്ലോ അല്ലേ? ചെറുതായിട്ട് അല്ലേ? അപ്പൊ നമ്മളത് പോകണ്ടാവും സെറ്റല്ലേ? അതാ പോണ്, ഇതല്ല പോണത്, അതാ പോണത്. ഫോണും ബാഗൊക്കെ അവിടെ കേട്ടോ. സംഭവം അതിൽ കുറച്ച് കൂടുതൽ ആൾക്കാരില്ലേ? അതിൽ കുറച്ച് വലുതാണോ അല്ലേ? കാണാനൊന്നും കൂടി ഒരു എസ്തെറ്റിക് സാധനം, ഫുൾ വൈറ്റ് ആയിട്ട്. എനിക്ക് ഓളവിടെ നിന്ന് എടുക്കണുണ്ട്, അതേമാതിരി എടുത്തു തരണം വീഡിയോ. നമുക്ക് പോവാ, അവിടെ പോവാ. തണുപ്പ് കുറച്ച് കൂടുതലുണ്ടോ എന്നൊരു സംശയം ഇതിന്റെ മുകളിൽ കയറിയപ്പോൾ. കൂടി വരും. എല്ലാവരും നല്ല ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങള്. നമ്മള് എസ്തെറ്റിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. എനിക്കാണെങ്കിൽ സൗണ്ടും ഇല്ല. നിങ്ങൾ വിചാരിക്കുക ഇത് അജുവിന്റെ ശരിക്കുള്ള സൗണ്ടാണ്, അല്ല. ബാസ് കൂടി മറ്റേ പാറമ അങ്ങനെ വരത്തില്ല, ഗിർ ഗിർ ഗിർ. അയ്യോ, നല്ല രസം, നല്ല കാറ്റ്. പക്ഷെ ആകെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഉള്ളൂല്ലേ ഇതിൻ്റെ ഉള്ളില്. ഞങ്ങളോട് വന്ന് ചോദിച്ചു പോയിട്ടുണ്ട്, ചിക്കൻ വേണോ ബീഫ് വേണോ നമുക്ക് ഫിഷ് വേണോ. ഇത് ശരി കുടിക്കുക. ഫസ്റ്റ് വന്ന പാടെ എന്താ ഒരു സ്റ്റാർട്ടർ എന്നുള്ള മാതിരി കുറച്ച് സാധനങ്ങൾ തന്നു. പക്ഷെ ആ സാധനങ്ങളിൽ നമുക്ക് എരിവും പുളിയും സാധനങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് ടർക്കിഷ് അൽഫാം കഴിച്ചു വന്ന നമ്മളെ അതെ ആ സാധനങ്ങൾ സലാഡൊക്കെ തന്നാൽ നമുക്ക് പറ്റുമോ? ഒരു സ്റ്റാർട്ടർ എന്നുള്ള പേരിൽ കുറച്ച് സാലഡും കുറച്ച് വെജീസും ചീസും ബന്നൊക്കെ തന്നു. പക്ഷേ നമ്മളതിലൊരിക്കലും അത് കഴിച്ച് വയറ് നിറച്ചില്ല. പിന്നെ ഒരു നമ്മളത് തന്നിട്ട് ചോദിച്ചു 3 ഓപ്ഷനാണ്, എന്തുണ്ട്, ചിക്കൻ, ഫിഷ് പിന്നെ മീറ്റ് ബോൾ. അതിൽ നമുക്ക് ചൂസ് ചെയ്യാം, അതൊരു കൊടുന്ന് തരും. അപ്പം നമ്മളിവിടെ വന്ന പാടെ തന്നെ ചിക്കൻ, ഇവിടുത്തെ ടർക്കിഷ് എന്തായാലും അതിൻ്റെ എന്തായിരിക്കും കൊടുന്നു തരിക? അതായത് ഇപ്പോൾ ചിക്കൻ വെച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും, അതിൽ മിക്സ്ഡ് ആയിരിക്കൂല. അജുവിൻ്റെ മീറ്റ് ബോൾ പറഞ്ഞാൽ അതിൽ മീറ്റ്, റൈസ്, മറ്റേ സാധനങ്ങൾ, സാലഡ് അങ്ങനെ സെറ്റ് ഉണ്ടാവും, 3 കൂടി മിക്സ്ഡ് ആവില്ല. പക്ഷെ നമ്മൾ വന്ന പാടന്നെ മസ്റ്റ് ഞങ്ങൾക്ക് ഇവിടുത്തെ ടർക്കിഷ് റോള് കഴിക്കണം എന്നുള്ളത്. കാരണം നമ്മൾ നാട്ടിലെ ടർക്കിഷ് റോൾ എന്ന് പറഞ്ഞാൽ അതന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒതൻറ്റിക് ആയിട്ടുള്ള സാധനം ഇവിടെ വന്ന് കഴിക്കണം ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഒരു ലോക്കൽ സ്ട്രീറ്റ് ഫുഡ് പോലെ അവിടെ തന്നെ കഴിക്കണം എന്നുണ്ടായിരുന്നു. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. എല്ലാവരും പറയണത് ഇവിടെ വന്ന് എന്തായാലും ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്, അത് സത്യമാണ്. ഭയങ്കര ടേസ്റ്റ്.
എന്തായാലും ഇസ്താംബൂളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരണം. നമ്മൾ കറക്റ്റ് നോക്കി പഠിച്ച് എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അത് നോക്കി വരണം കഴിക്കാനായിട്ട്.